ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീണ്ടും ചർച്ച ചെയ്യാൻ കേന്ദ്ര നേതൃത്വം ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വീണ്ടും ചർച്ചയുണ്ടാകും. ബി.ഡി.ജെ.എസ് സീറ്റ് ധാരണ പൂർത്തിയാക്കാൻ നിർദ്ദേശമുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരത്തിനുണ്ടാകുമെന്നുള്ള വിവരമുണ്ട്. എം.ടി. രമേശ്, കുമ്മനം രാജശേഖരൻ എന്നിവർ മത്സരിക്കുന്നതിൽ തീരുമാനമായില്ല. വി.എസ്. ശ്രീധരൻപിള്ളയുടെ പേരും പരിഗണനയിൽ വരികയാണ്. വി.എസ്. രഞ്ജിത്ത് വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായില്ല, പുതിയ ചില പേരുകൾ കേൾക്കുന്നു, ചില പേരുകൾ അവഗണിക്കപ്പെടുമെന്നും. എന്താണ് ഈ ചർച്ച? അടുത്ത ചർച്ച എപ്പോഴായിരിക്കും? സ്മൃതി, കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ അവതരിപ്പിച്ച 41 സ്ഥാനാർത്ഥികളുടെ സീറ്റുകളിൽ മാത്രമേ ഇന്നലെയും ചർച്ചയുണ്ടായിട്ടുള്ളൂ. മുഴുവൻ സീറ്റുകളിലും ഒന്നിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് പോകാം എന്നുള്ളത് കേന്ദ്ര നേതൃത്വം ഇങ്ങോട്ടേക്ക് വെച്ചൊരു നിർദ്ദേശമായിരുന്നു. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ബി.ഡി.ജെ.എസുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ബി.ഡി.ജെ.എസിന്റെ സീറ്റുകളിൽ ധാരണയായി കഴിഞ്ഞാൽ ബി.ഡി.ജെ.എസ് ചില എ ക്ലാസ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കായംകുളം പോലുള്ള മണ്ഡലങ്ങൾ, അരൂർ പോലുള്ള മണ്ഡലങ്ങൾ, കുട്ടനാട് പോലുള്ള മണ്ഡലങ്ങൾ, അത്തരം ഇപ്പൊ പാലക്കാട് നെന്മാറ മണ്ഡലം, ഇത്തരം മണ്ഡലങ്ങളിൽ ബി.ഡി.ജെ.എസിന് സ്ഥാനാർത്ഥികളില്ല എങ്കിൽ ആ മണ്ഡലം ബി.ജെ.പി. ഏറ്റെടുത്ത് ബി.ജെ.പിയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ അവിടെ മത്സരിപ്പിക്കാൻ നീക്കം നടക്കുന്നുണ്ട്. നേരത്തെ കായംകുളത്തും അരൂരിലുമൊക്കെ ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞു കേട്ടതാണ്. പിന്നീട് അവർ പാലക്കാട്ടേക്ക് പോയത് കായംകുളവും അരൂരുമൊക്കെ ബി.ഡി.ജെ.എസിന് കൊടുക്കണം എന്നുള്ളതുകൊണ്ട്. ഇനി അഥവാ അവിടെ ബി.ഡി.ജെ.എസിന് സ്ഥാനാർത്ഥികളില്ലെങ്കിൽ അത്തരം സ്ഥാനാർത്ഥികളെ തന്നെ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ പോലും തിരികെ കൊണ്ടുവന്ന് അത്തരം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാനുള്ള നീക്കമുണ്ടായേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ബി.ജെ.പിയിൽ ഉറപ്പിച്ചിട്ടുള്ള സീറ്റുകൾ, ഇപ്പൊ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് വി മുരളീധരൻ, കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ്, വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ, തിരുവല്ലയിൽ അനൂപ് ആന്റണി, പാലായിൽ ഷോൺ ജോർജ്, പി സി ജോർജ്, പൂഞ്ഞാറിൽ തുടങ്ങിയ മണ്ഡലങ്ങളുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പൊ ജോർജ് കുര്യൻ മന്ത്രി തന്നെ മത്സരിക്കുമെന്ന് പറയുന്നു. ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ ഏകദേശം ഉറപ്പാണെങ്കിലും ബി.ഡി.ജെ.എസ് ചില സീറ്റുകൾ വിട്ടു നൽകുകയാണെങ്കിൽ അവിടെയും പ്രധാനപ്പെട്ട നേതാക്കൾ വേണം എന്നുള്ളതുകൊണ്ട് ആ ബി.ഡി.ജെ.എസിന്റെ സീറ്റ് ചർച്ചകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം മതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം ബി.ജെ.പിയോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ചൊവ്വാഴ്ചയ്ക്കോ ബുധനാഴ്ചയോ വീണ്ടും ഒരു ചർച്ച കൂടി സംസ്ഥാന നേതൃത്വവുമായി ഉണ്ടാവും. അതിനു മുൻപ് ബി.ഡി.ജെ.എസുമായി തുഷാർ വെള്ളാപ്പള്ളിയുമായി ഈ ഉഭയകക്ഷി ചർച്ച നടത്തി ബി.ഡി.ജെ.എസിന് കൊടുക്കേണ്ട സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു ധാരണയുണ്ടാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, എം.ടി. രമേശ്, ഇവരുടെ സീറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടില്ല. ഇവരുടെ സീറ്റിൽ ഇവരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഇവരുമായി അനുനയ ചർച്ച നടത്തണം എന്ന് രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇരുവരുമായി സംസാരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആറന്മുള സീറ്റും കോഴിക്കോട് നോർത്ത് സീറ്റുമാണ് ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഇവർ രണ്ടുപേരും അവിടെ മത്സരിക്കാനുണ്ടെങ്കിൽ ഈ മണ്ഡലങ്ങളിലേക്ക് മറ്റ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം ചില ആശങ്കകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നലെ ചർച്ച പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയത്. അതുകൊണ്ട് ഒരു ഘട്ടം കൂടി ചർച്ച ചെയ്ത ശേഷമായിരിക്കും അന്തിമഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. ശരി, വി.എസ്. രഞ്ജിത്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നത്.